ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലേക്കാണ് കേട്ടോ. ഇവിടെ ഏറ്റുമാനൂരിൽ വന്നതാണ്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാൻ മറക്കരുത് കേട്ടോ. ഞാൻ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. അപ്പോൾ ഇവിടെ കണ്ടത് ഇരുമ്പ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കട കണ്ടായിരുന്നു, ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ. നല്ലൊരു ഇരുമ്പ് കടയാണ്. ഒരുപാട് കത്തികളും അതുപോലെ ഇരുമ്പ് ചീനച്ചട്ടികൾ, ദോശക്കല്ല്, അങ്ങനെ എല്ലാം ഈ കടയിലുണ്ട്. പ്രത്യേകിച്ച് പേരൊന്നും ഈ കടയ്ക്കില്ല. ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ ഗോപുരത്തിനകത്ത് തന്നെയാണ് ഈ കട. ഗോപുരത്തിൻ്റെ കട എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്നാണ് ചേട്ടൻ പറയുന്നത്. കത്തികളും അതുപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടികൾ, ദോശക്കല്ല്, ഉണ്ണിയപ്പച്ചട്ടി, അപ്പച്ചട്ടി, അങ്ങനെ എല്ലാം ഞാൻ ഇവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സമയങ്ങളിലെല്ലാം നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്, അല്ലേ? പണ്ടെല്ലാം ആളുകൾക്ക് ക്യാൻസർ അങ്ങനെയുള്ള രോഗങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ വിരളമായിട്ടായിരുന്നു. ഇന്ന് ശരിക്കും 10 പേരെടുത്തു കഴിഞ്ഞാൽ ഒരു 5 പേർക്കെങ്കിലും ഇത്തരം മാരകമായ രോഗങ്ങളെല്ലാമാണ്. അതെല്ലാം ഈ നോൺ സ്റ്റിക്കിൻ്റെ ഉപയോഗവും പിന്നെ വേറെ പല കാര്യങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പം മാക്സിമം നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. പുരാതന കാലം തൊട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇരുമ്പ് പാത്രങ്ങൾ. അന്നൊന്നും ഇങ്ങനത്തെ അസുഖങ്ങൾ പോലും നമുക്കുണ്ടായിരുന്നില്ല, ശരിയല്ലേ? അപ്പോൾ നമുക്ക് പഴമയിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഒരുപാട് തരം കത്തികളുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു 2 കത്തി വാങ്ങിക്കാം എന്നിങ്ങനെ വിചാരിച്ചു. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് തോന്നി കണ്ടപ്പോൾ. അപ്പോൾ അത് വാങ്ങിക്കാനും കൂടി വേണ്ടിയാണ് ഞാൻ ഈ കടയിലേക്ക് വന്നത്. പിന്നെ ദോശക്കല്ലും, ഇപ്പോൾ ദോശക്കല്ലൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും നോൺ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? പക്ഷേ ഇരുമ്പിൻ്റെ ദോശക്കല്ല്, അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടനോട് ഇതിങ്ങനെ പോരുമോ ദോശയൊക്കെ ചോദിച്ചു. അപ്പം ഒരു മുട്ട പൊട്ടിച്ച് ചോദിച്ചു കഴിയുമ്പോൾ അതിന് നല്ല മിനുസം വരും, അതുകൊണ്ട് സുഖമായിട്ട് പോകുന്നോളും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ സുഖമായിട്ട് ദോശ ഇങ്ങോട്ട് പോകുന്നോളൂ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? അതുപോലെ എല്ലാ പാത്രങ്ങളുടെയും അറിയാം. പാത്രങ്ങളും ഉണ്ട്, ചീനച്ചട്ടികൾ, അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈയിങ് പാനുകൾ, എല്ലാം ഇരുമ്പിൻ്റെയാന്ന് മാത്രം. ഇതിൽ കോട്ടിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇരുമ്പിൽ തന്നെ കുറച്ച് കോട്ടിംഗ് ഉള്ള ഒരുപാട് പാത്രങ്ങൾ കൂടി നമുക്കിപ്പോൾ വിപണിയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. പക്ഷേ ഇത് അങ്ങനത്തെയൊന്നും അല്ല, പ്യുവർ ഇരുമ്പ് പാത്രങ്ങൾ മാത്രമാണ്. പല വലിപ്പത്തിലുള്ള ചീനച്ചട്ടികളും ഇവിടെ നമുക്ക് വാങ്ങിക്കുവാൻ സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ കാണുന്ന കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, ഈ ഉണ്ണിയപ്പച്ചട്ടി വലിയ ചീനച്ചട്ടിയാണ് കേട്ടോ ഈ കാണുന്നത്. ചേട്ടൻ പറയുന്നത് എണ്ണ തേച്ച് വെച്ചാൽ മതി, ഉപയോഗം കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ഒന്ന് തുടച്ചിട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണ തേച്ച് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കത്തേയില്ല. അല്ലെങ്കിൽ ഇരുമ്പ് പാത്രങ്ങളിൽ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തുരുമ്പ് പിടിക്കാതിരിക്കും ഇത്തിരി എണ്ണ തേച്ച് വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ താഴത്തെ ഭാഗത്തായിട്ട് നമ്മൾ ഇടികല്ലുകളൊക്കെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ കാണുന്നതാണ്, അല്ലേ? ചതയ്ക്കാനായിട്ട് ജസ്റ്റ് തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുക്കാനോ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ചില കുഞ്ഞു ചീനച്ചട്ടികളുണ്ട് കേട്ടോ. ഇത് തീരെ ചെറുതാണ്. ഞാനിപ്പോൾ കുറച്ച് സൂം ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് ഇതിന് വലിപ്പത്തിൽ തോന്നുന്നത് കേട്ടോ. ഇതൊക്കെ കടുക് വറക്കാനായിട്ടും അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ ചീനച്ചട്ടികളാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയില്ലേ? തീരെ ചെറുതാണിത് കേട്ടോ. ഇവിടെ ഒരുപാട് തരത്തിലുള്ള കത്തികൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇത് മിക്കതും ഈ ചേട്ടൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ചെറിയ കത്തികളിൽ ഒരു ചെറിയ കത്തിയും കൂടിയാണ്. അപ്പോൾ ചെറിയ കത്തികൾ ഏതാ നല്ലത്? ചെറുത് അത് തന്നെ, ഏതും പിടിക്കൊക്കെ കട്ടി അതാണോ നല്ലത്? അല്ല ഇതുകൊണ്ട് കാര്യമില്ല. ഇതും കുഴപ്പമില്ല. ഇതൊക്കെ ഉരുക്ക അത് ശരി. പണിതെടുക്കുന്ന സാധനം. ഏതാണ് വാളിന്റെ? ഏതാണ് വാളിന്റെ? ഇതൊക്കെ വാളെന്ന് പറയുന്നത് ഏതാ ഉദ്ദേശിക്കുന്നത്? അങ്ങനത്തെ വാളുണ്ട്. കത്തികൾ തന്നെ പലതരത്തിലുണ്ട്. അറക്കമില്ലൊക്കെ ഉപയോഗിക്കുന്ന വാളുണ്ടല്ലോ, ആ ടൈപ്പ് കത്തികളും ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ഇരുമ്പിന്റെ ഉണ്ണിയപ്പ പാത്രമാണ്. ഇതിന് എണ്ണ ഒഴിച്ച് ഉണ്ണിയപ്പം നല്ല സുഖമായിട്ട് ചുട്ടെടുക്കാമെന്നാണ് ചേട്ടൻ പറയുന്നത്. ഇവിടുത്തെ കത്തികളിൽ അത് ഇങ്ങനത്തെ ടൈപ്പ് കത്തികളുണ്ടല്ലോ, ഇത് ഞാൻ ഇതിന് മുമ്പ് വേറെ സ്ഥലത്തൊക്കെ വാങ്ങിച്ചിട്ട് ചില സമയത്ത് ആ പിടി അങ്ങോട്ട് വിട്ടുപോകും. അപ്പോൾ ഇതാണ് ചേട്ടൻ പറഞ്ഞ വാളിൻ്റെ കത്തികളെന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ഇത് ഇപ്പോൾ എടുത്ത് തന്നിരിക്കുന്ന കത്തി ഉണ്ടോ, ഇപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ പിടിക്കുന്നത് നല്ല കുറേ നാൾ നിൽക്കുന്ന നല്ല ക്വാളിറ്റി കത്തികളാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ ചേട്ടൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്തരം കത്തികൾ ഞാൻ എന്തായാലും 2 കത്തികൾ ഇവിടുന്ന് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ചെറിയ കത്തിയും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ചെറിയ കത്തി പച്ചക്കറിയൊക്കെ അരിയാനായിട്ട് എനിക്ക് വേണം. ഇത് ദോശക്കല്ലേ? ഇത് പോരും ചേട്ടാ ദോശ ഉണ്ടാക്കിയത്. ചുട്ടോണ്ടിരുന്നത് നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കി പോരൂലോ, അല്ലേ? അതെ അതെ. ഇതൊക്കെ എന്തിനുള്ളതാ? അത് കടുക് പൊട്ടിക്കുക, എണ്ണ കാച്ചുക, ചെറിയ തോരനൊക്കെ ചൂടാക്കി എടുക്കുക. അതെ അതെ അതെ, ശരി. അതിനൊക്കെ ഉപയോഗിക്കും.
കോട്ടിംഗ് ഉള്ളതൊന്നും ചേട്ടൻ വിൽക്കുന്നില്ല. ഇരുമ്പ് നോൺ സ്റ്റിക്ക് സാധനം ഇല്ല. ഇല്ല. അല്ല ഇപ്പൊ ഇരുമ്പില് കോട്ടിംഗ് ഉള്ളത് ഇറങ്ങുന്നുണ്ടല്ലോ, ഇതല്ല വലിയ വരത്തില്ല. അതിന് ഇത് വല്ല ഒരെണ്ണം എടുത്തൊന്ന് ഉറച്ചു നോക്കിയാൽ അന്നേരം അത് ഞങ്ങളിവിടെ 2.5 വർഷമായി. ചേട്ടന്റെ പേരെന്താ? ഭൂമി. പല സ്ഥലത്തും കടയുണ്ടല്ലേ. അപ്പം പിന്നെ ഇതൊക്കെ മറ്റേ ഇടിക്കല്ലുകൾ. ഇത് എവിടെയാ ചേട്ടൻ ഉണ്ടാക്കുന്നതൊക്കെ? ഇത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം. പിന്നെ അത് മാത്രമേ നമ്മൾ മേടിക്കുള്ളൂ. ഇത് മാത്രം. ഞാനിപ്പോ ഓർഡർ ചെയ്ത കത്തിയൊക്കെ ചേട്ടൻ ഉണ്ടാക്കണ തന്നെയാണ്. അതൊക്കെ കൊണ്ടുപോയാൽ നമുക്ക് ലാസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാശ് മുടക്കുന്നുണ്ടെങ്കിൽ അതാ ഞാൻ ചോദിച്ചത്. അതും ഇതും തന്നാ മതി. അത് എനിക്കും അതനുസരിച്ച് പാക്ക് ചെയ്ത് തന്നെ. പിന്നെ ഈ പാത്രങ്ങളൊക്കെ ചേട്ടൻ ഉണ്ടാക്കുവോ? ഇരുമ്പിന്റെ ഇല്ല, കോയമ്പത്തൂരിന്ന്. വരുത്തുന്നതാണ്. ഇതൊക്കെ പിന്നെ നമ്മള് അതൊക്കെ എന്താ അരിവാളും. അത് ശരി. ഇത് നാടൻ കയ്യില്. അത് ശരി. ഇതെന്തിനുള്ള ചേട്ടാ? അപ്പൊ അത് നമുക്ക് സിമെന്റ് അങ്ങനെ പണിക്ക് പിന്നെ നമുക്ക് മണ്ണ് കോരി ഇടാനൊക്കെ ഉപയോഗിക്കാം. ചെടിച്ചട്ടിക്കകത്തെ മണ്ണ് മാറ്റാനുള്ള അതൊക്കെ ഇതാ ഉപയോഗിക്കും. പണ്ടത്തെ കാലത്തൊക്കെ എൻ്റെ അമ്മമ്മയൊക്കെ ഉണ്ടായ സമയത്ത് ഇതേപോലത്തെ കയ്യിലായിരുന്നു കേട്ടോ ചോറൊക്കെ കോരിക്കൊണ്ടിരുന്നത്. പിന്നെ തൈര് കടയാണ് ഇതൊക്കെ. ഇത് തൈര് കടയാണ് അതല്ലേ പണ്ടത്തെ? അതും കടയാണ്. ഇതും ഇത് മുട്ടയുടെ മുട്ട പതപ്പിക്കാനും കടയാണ്. അപ്പൊ തൃശ്ശൂരും ചേട്ടന്റെ കടയാണോ അതോ ബന്ധത്തിലാണോ? അത് ശരി. ഇതുപോലത്തെയൊക്കെ ഇതെന്തിനുള്ള ചേട്ടാ? ശരി. ഇത് കണ്ടോ ഇരുമ്പിന്റെ അപ്പച്ചട്ടിയാണ് കേട്ടോ. അടുപ്പൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നോൺ സ്റ്റിക്കാണ് അപ്പച്ചട്ടി ഉള്ളത്. പക്ഷേ ഇതൊക്കെ ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി. ഇത് കൊള്ളാം അല്ലേ, ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഈ നോൺ സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടും എപ്പോഴും നമുക്ക് സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇതുണ്ടോ സുഖമായിട്ട് പോരുന്നാണ് ചേട്ടൻ പറയുന്നത് കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ട് നോക്കിയിട്ടില്ല. എൻ്റെ വീട്ടിൽ നോൺ സ്റ്റിക്ക് തന്നെയാണ്. പക്ഷെ എനിക്കത് വാങ്ങിക്കണം എന്നുണ്ട് കേട്ടോ, ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി. ഇതും അപ്പത്തിൻ്റെ അല്ലേ? മറ്റേത് തവിയിൽ പിടിച്ചാൽ. ഇത് കണ്ടോ, ഇതും അപ്പച്ചട്ടി തന്നെയാണ്. മറ്റേത് നമുക്കൊരു ഹാൻഡിലൊക്കെ പിടിക്കാനുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. കാരണം ചൂടാവുമ്പോഴത്തേനും ഈ സൈഡ് നന്നായിട്ട് പൊള്ളും. അപ്പോൾ അതുകൊണ്ട് തുണി പിടിച്ചിട്ട് ചുറ്റിക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ പിടിയുള്ളത് 3 ടൈപ്പ് ഉള്ളത്. അത് 200. എണ്ണ തേച്ച് വെക്കണം അല്ലേ? എല്ലാം വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴുകി ഇച്ചിരി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി എണ്ണ കൂട്ടണം. അപ്പൊ കഴുകി ഉണക്കിയിട്ട് വേണം ഉപയോഗിക്കാതിരിക്കുമ്പോൾ. ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഡെയിലി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എണ്ണ കൂത്തൊന്ന് വെക്കുക അത്ര. അപ്പൊ ചേട്ടൻ ഇവിടെ എല്ലാ ദിവസവും ഇതിനൊക്കെ എണ്ണ തേച്ച് വെക്കണുണ്ടോ? ഞാൻ എണ്ണ തൂത്ത് വെക്കും എല്ലാത്തിനും. വെളിച്ചെണ്ണ ഞാൻ തൂക്കുന്നത്. നിങ്ങളിപ്പം നല്ലെണ്ണക്കകത്ത് ഉപയോഗിക്കുമ്പോൾ ഇത് 200 അല്ലേ? അത് 200, 150, 200 ഇതല്ലേ? ഇത് ഒരേ ഇത് തന്നെയല്ലേ? അതൊക്കെ 200. ഇത് 150 അതിന്റെ അടിയിലിരിക്കും. അതെന്താ ചേട്ടാ വ്യത്യാസം എന്താ? വലുപ്പേർപ്പോ? ഇതിനേക്കാട്ടും ചെറുതാണ്. അതാ ശരി. 200. ഇതൊക്കെ അതിന്റെ വലുത്. ഇതെത്രയാ? അത് 250. ഈ ദോശക്കല്ല് ചെറുതിനോ? 450. വലുതിന്? വലുത് 650. അപ്പച്ചട്ടിക്കോ? 350. ഈ പിടിയുള്ളതിനപ്പോ 350 തന്നെ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ അപ്പച്ചട്ടികളുടെ വില.
ഈ വലിയ ഇതിനൊക്കെയോ? അത് 450. 400. അതിൻ്റെ ചെറുത് 400. അത് ശരി. ഇത് അത് 300. 300. അതിൻ്റെ വലുത് 350. ഇത് 400. 450. ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഇതിനോ? അതും അതെ 400. 400. ഇതിൻ്റെ ചെറുതാണോ ഈ ഉണ്ണിയപ്പം? അത് ചെറുതല്ല, അത് തന്നെയാണ് 400 രൂപ. 400 തന്നെയാണ്. അതിന് അവിടെ ഒരു കൈപിടി ഉണ്ടെന്നേ ഉള്ളൂ, വേറെ അത് ശരി. ഇങ്ങനത്തെ ഒരു കൈപ്പിടി, പക്ഷേ വില ഒന്നുമല്ല, 400 ആണ്. എല്ലാം ഉണ്ട്. ഇതാണ് വാള് വെച്ച് ഉണ്ടാക്കണ കത്തി എന്ന് പറഞ്ഞു അല്ലേ? ഇത് പക്ഷേ പെട്ടെന്ന് അത് ഒടിച്ചു കളയാതിരുന്നാൽ കുഴപ്പമില്ല. അത് ശരി. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗോപിയേട്ടൻ്റെ കടയിലെ ഇരുമ്പ് സാധനങ്ങൾ കേട്ടോ. അപ്പം ഞാനും കത്തിയും അതുപോലെ ഒരു ദോശക്കല്ലും വാങ്ങിച്ചു. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു കേട്ടോ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്, സ്റ്റേ ഹാപ്പി ഓൾവേസ്, ബൈ.